ലേറ്റ് 90s ഒരു 97-98 സമയം മുതൽ ഒരു കൊച്ചു ഭവനസഭയായിട്ട് നമ്മൾ പപ്പ ആരംഭിച്ചതാണ്. അന്ന് അധികം ആൾക്കാരൊന്നുമില്ല, ഒരു ചെറിയ കുടിസുമുറിയിൽ 2-3 പേര്, മാക്സിമം ഒരു 7 പേര് കാണുമായിരുന്നേക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഒരു ഇതാണ്. അതിങ്ങനെ വലിയൊരു സംരംഭമാവുന്നൊന്നും അന്ന് ഓർത്തേ ഇല്ല. പിന്നെ അതിനുശേഷം പപ്പ കെഎസ്എൽ കോൺസെപ്റ്റിൻ്റെ ട്രെയിനിങ്ങിന് പോയി. ചർച്ചിലുള്ള എല്ലാവരും ഒന്നുണ്ടായിരുന്ന എല്ലാവരെയും കെഎസ്എൽ മീറ്റിങ്ങിലൊക്കെ ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്ത ഒത്തിരി പേര് ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ ട്രെയിനിങ് എടുത്തു. അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ ഏരിയാസിൽ ഭവനസഭകൾ കെഎസ്എൽസ് തുടങ്ങി. അങ്ങനെ സഭ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി, സഭ വർദ്ധിക്കാൻ തുടങ്ങി. ഒരു ചെറിയ കുടിസുമുറിയിലേക്ക് വന്ന മിഷൻ ആശുപത്രിയുടെ സൈഡിലൊരു ചെറിയൊരു ഹാളുണ്ടായിരുന്നു. ആ ഹാളിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തൊരു സഭയാണ്. അതിന് മുമ്പ് വീടുകളിൽ പുഷ്പ ആൻറ്റി എന്നൊക്കെ പറയും, അവരുടെയൊക്കെ വീട്ടിൽ ഞായറാഴ്ച തോറും നടന്നുകൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു. പിന്നെ മിഷൻ ആശുപത്രിയിലോട്ട് മാറി. പിന്നെ തൃശ്ശൂർ ടൗണിൽ എവിടെയൊക്കെ ഒരു 200-300 പേരുടെ കപ്പാസിറ്റി ഉണ്ടോ അങ്ങനത്തെ ഓഡിറ്റോറിയം തപ്പി നടന്ന് അങ്ങനെ ഒരു സീമസ് സ്കൂളിൽ കുറച്ച് നാളുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ചേംബർ ഓഫ് കൊമേഴ്സിൽ ഒത്തിരി നാളുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ദൈവം അനുഗ്രഹിച്ചൊരു സ്ഥലം ഈ തൃശ്ശൂർ പട്ടണത്തിൻ്റെ മധ്യത്തിൽ തന്നെ തന്നു. ഒരു ആലയം പണിയുവാനും ദൈവം ഇടയാക്കി. ഞങ്ങളുടെ വീടിൻ്റെ എനിക്ക് ഇന്നും ഓർത്ത ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിൻ്റെ പണിയും സഭയുടെ പണിയും ഒരേ ദിവസം കഴിഞ്ഞു. അതായത് ഞങ്ങൾ രാവിലെ സഭ പ്രതിഷ്ഠിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങി, ഉച്ചയ്ക്ക് വീടിൻ്റെ പ്രതിഷ്ഠയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ദൈവം ഇരട്ടി മധുരം അന്ന് ഒരു ദിവസം തന്നു. എല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം. ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ആക്ച്വലി എനിക്ക് പപ്പയുടെ കൈകളുടെ അധ്വാന ഫലം ദൈവം മാനിച്ചു എന്ന് കാണുവാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒത്തിരി സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒത്തൊരുമയുടെയും ഒരു സമയങ്ങളായിരുന്നു ആ സ്റ്റാർട്ടിങ് മുതൽ. ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി പോലെ ആയിരുന്നു, ഇന്നുമാണ്. അതിലൊരു വ്യത്യാസവും വന്നിട്ടില്ല. എൻ്റെ പപ്പയെ സംബന്ധിച്ചിടത്തോളം, പപ്പയ്ക്ക് സ്വന്തം വീട്ടുകാരോ അച്ഛനോടൊക്കെ ചോദിച്ചാൽ പറയാം, സ്വന്തം ബന്ധക്കാരോ അവരൊന്നും അല്ല. പപ്പയ്ക്ക് എപ്പോഴും പ്രയോറിറ്റി ചർച്ച് തന്നെയായിരുന്നു. ഞങ്ങളെക്കാളും മമ്മീനേക്കാളും ഞങ്ങളെക്കാളും പപ്പ കൂടുതലായിട്ട് സ്നേഹിച്ചത് സഭയായിരുന്നു. അത് ഞങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, സഭയോടുള്ള സ്നേഹ കൂടുതൽ കാരണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു ഫാമിലിയിൽ ജനിക്കുവാൻ, ഈ ഒരു സഭയിൽ വളരുവാൻ ദൈവം തന്ന അവസരത്തെ ഞാൻ വലിയൊരു ഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു. പ്രത്യേകം ഒരു കാര്യം കൂടി പറഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ ഭാഗത്തുനിന്നുള്ള തെറ്റായി പോകും. ഞങ്ങൾ 3 പേരാണ്. എൻ്റെ പേര് ഫിൻസി. ഇവിടെ പുതിയ ആൾക്കാർ ഒത്തിരി പേരുണ്ട്, അതുകൊണ്ട് എൻ്റെ പേര് പിന്നെയും പറയുന്നു. ഫിൻസി. എൻ്റെ താഴെ ഒരാളുണ്ട്, ജിൻസി. അവൾ നേഴ്സായിട്ട് കാനഡയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ചെന്നൈയിൽ ഒരു സയൻറ്റിഫിക് ജേർണൽസിൻ്റെ പബ്ലിഷിങ്ങിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ബ്രദർ പ്രൊഡക്റ്റ് മാർക്കറ്റർ സോഹോയിൽ വർക്ക് ചെയ്യുന്നു ചെന്നൈയിൽ. അവൻ്റെ പേര് മോൻസി. ഞങ്ങൾ 3 പേരും ജനിച്ച് വളർന്നത് ഈ സഭയിൽ തന്നെയാണെന്ന് പറയാം. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ ട്രെയിനിങ് ആണ് ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ കിട്ടുന്ന ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത സോഷ്യൽ സ്കിൽസ്, ഇപ്പോൾ മ്യൂസിക്കിനെ ആണെങ്കിലും. ഞാനിപ്പോൾ ചെന്നൈയിൽ ഞങ്ങളുടെ ചർച്ചിൽ മെമ്പേഴ്സാണ്. അവിടുത്തെ ചർച്ചിലെ കിഡ്സ് ചർച്ചിൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ചെറിയ രീതിയിലുള്ള ശുശ്രൂഷകൾ. അതുപോലെ തന്നെ മോൻസി അവിടുത്തെ വർഷിപ്പ് ടീമിൻ്റെ വലിയൊരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ അത് പാസ്റ്ററിൻ്റെ തന്നെ ഒരു വലിയൊരു പാസ്റ്ററിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് എന്ന് തന്നെ പറയാം. അങ്ങനെ നിൽക്കുന്ന ഒരു സഹോദരനാണ്. അത് അത്രയ്ക്കും ഞങ്ങൾക്ക് വളരാൻ കഴിഞ്ഞത് ഈ ഒരു ചർച്ചിൽ നിന്നുള്ള ട്രെയിനിങ് ആണ്. പപ്പയുടെ ഒരു ട്രെയിനിങ് ആണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇങ്ങനത്തെ ഒരു സ്റ്റോറീസ് പറയാൻ പറ്റും എന്ന് എനിക്ക് അറിയാം. അപ്പോൾ എനിക്ക് ഇവിടെയുള്ള യൂത്തിനോട് പറയാനുള്ള പപ്പയുടെ ഒരു വലിയൊരു ദർശനം, പപ്പയുടെ ദർശനത്തിൻ്റെ വലിയൊരു ഭാഗം യൂത്ത് മിനിസ്ട്രി ആയിരുന്നു. നിങ്ങൾ ഇവിടെ
അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, പപ്പ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരുടെയും യൂത്തന്മാരുടെയും ഒക്കെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നടന്നേനെ. അതുപോലെ ആയിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഏത് തരത്തിലാണെങ്കിലും, ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ കാർ ഓടിക്കാനോ അല്ലെങ്കിൽ ചെറിയ ഒരു പായ ഇടാനോ പ്രാർത്ഥിക്കാനോ പ്രസംഗിക്കാനോ എന്ത് അവസരമാണെങ്കിലും അത് ഉപയോഗിക്കുക. ദൈവത്തിൻ്റെ കിങ്ഡത്തിനായി, ദൈവത്തിൻ്റെ രാജ്യത്തിനായി അത് നിങ്ങൾ ഒരിക്കലും മറച്ചു വയ്ക്കരുത്. മാക്സിമം നിങ്ങൾ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ കിങ്ഡം വളരാൻ വേണ്ടി നിങ്ങളുടെ കഴിവുകളെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനൊരു പാട്ടിൻ്റെ ജസ്റ്റ് 4 വരി മാത്രം പാടി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. For the